തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ആദിത്യ നിലയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അടുത്ത പാഠലിലേക്ക് കിടക്കാം. താനേ ഈ ലോകത്തിന് തത്വങ്ങളായി നിൽക്കും, താനേ ലോകത്തിന് ശക്തിയുമായി നിൽക്കും, താനേ ഈ ലോകത്തിന് ശംഭുവായി നിൽക്കും, താനേ ഈ ജഗത്തിന് ജ്യോതിയുമായി നിൽക്കും. അപ്പോൾ ശിവസൂര്യനാണ് എല്ലാം എന്ന് തിരുമൂലദേവൻ ഇവിടെ വ്യക്തമാക്കിയാണ്. ശിവാദിത്യനിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ചരിക്കുന്നത്, സകല കർമ്മങ്ങളും നടക്കുന്നത് ഈ ശിവാദിത്യനിലൂടെയാണ്. അപ്പോൾ ശിവനും ആദിത്യനും ഒന്ന് തന്നെ. താനേ ഈ ലോകത്തിന് തത്വങ്ങളായി നിൽക്കും. ആദിത്യനാണ്, സൂര്യഭഗവാനാണ് എല്ലാ തത്വങ്ങളുടെയും തത്വമായിട്ട് നിൽക്കുന്നത്. 96 തത്വങ്ങൾ മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുത്തുന്നത് സാക്ഷാൽ ശിവസൂര്യനത്രേ. പിന്നെ താനേ ലോകത്തിന് ശക്തി നൽകും. ഈ ലോകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആദിത്യനാണ്. അപ്പോൾ ആദിത്യനിലൂടെയാണ് ഈ ലോകത്തിൻ്റെ ശക്തി മുഴുവനും പ്രകടമാക്കുന്നത്. താനേ ഈ ലോകത്തിന് ശംഭുവായി നിൽക്കും. ശംഭുവായി നിൽക്കുന്നതും ഈ ആദിത്യനത്രേ. അപ്പോൾ ശംഭുവും ആദിത്യനും ഒന്ന് തന്നെയാണ്. ആ വാക്കിൽ ശ്രദ്ധിക്കൂ, ശംഭു എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ശം, ലോകത്തിന് മംഗളം നൽകുന്ന ശങ്കരൻ, ശംഭു. ആ ശ എന്ന അക്ഷരം സൂര്യൻ്റെ പര്യായപദം കൂടിയാണ്. അതേപോലെ ഭ എന്ന അക്ഷരവും സൂര്യൻ്റെ സിമ്പലാണ്. അപ്പോൾ ശംഭു എന്ന വാക്കിലൂടെ സൂര്യഭഗവാന്റെ എല്ലാ ശക്തിവിശേഷങ്ങളും ശംഭുവിൻ്റെ എല്ലാ ശക്തിവിശേഷങ്ങളും ഒന്നിപ്പിക്കുന്ന ഒരു രജതമണ്ഡലമാണ് ഈ ശിവസൂര്യൻ. അപ്പോൾ ശിവസൂര്യനെ ശംഭു എന്ന് വിളിക്കുന്നതിലൂടെ തിരുമൂലദേവൻ ലോകത്തിൻ്റെ മുഴുവനും ശക്തിവിശേഷങ്ങളെയും തത്വങ്ങളെയും ഈ 2 വാക്കുകളിൽ ശംഭു എന്ന വാക്കിൽ ഒതുക്കുന്നു. ഈ ശംഭു തന്നെയാണ് ശിവൻ, ഈ ശംഭു തന്നെയാണ് സൂര്യൻ, ഈ ശംഭു തന്നെയാണ് സൂര്യചന്ദ്ര നക്ഷത്രമണ്ഡലങ്ങളും എല്ലാം തന്നെ. അപ്പോൾ എല്ലാം ശംഭു എന്നീ 2 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നു. ഈ അക്ഷരബ്രഹ്മത്തിൽ സകല ശക്തിവിശേഷങ്ങളും അടങ്ങുന്നു. ശംഭു താനേ ഈ ജഗത്തിന് ജ്യോതിയായി നിൽക്കും. ഈ ജഗത്തിന് മുഴുവനും ജ്യോതിയായി പ്രകാശമായി നിൽക്കുന്നത് ശംഭു ശിവനത്രേ. അപ്പോൾ ആ ശംഭുവാകുന്ന ശിവനാകുന്ന സൂര്യഭഗവാന്റെ ആ ജ്യോതിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശമാനമാക്കി തീർക്കുന്നത്. അതാണ് ഗായത്രി മന്ത്രത്തിൽ നാം കാണുന്നത്. 3 ലോകങ്ങളെയും പ്രകാശമാനമാക്കുന്നത് അല്ലയോ സൂര്യഭഗവാൻ അവിടെ നിന്നാണ്. നാം കഴിഞ്ഞ ദിവസം സൂര്യോപനിഷത്ത് കണ്ടതാണ്. അതിലെ കുറച്ച് അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, അല്ലയോ മിത്ര, അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഥർവവേദത്തിലെ സൂര്യ ഉപനിഷത്ത് അവസാനിക്കുന്നത്. ഭഗവാനെ, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക. മാനവൻ്റെ പ്രാർത്ഥനയാണിത്. ഭഗവാനെ, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക. വിശ്വത്തിന് കാരണഭൂതനും തേജസ്വിയുമായ സൂര്യന് നമസ്കാരം. സൂര്യനിൽ നിന്നാണ് ഈ സകല ചരാചര പ്രാണികളുടെയും ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളത്. അവയെയെല്ലാം സംരക്ഷിക്കുന്നതും സൂര്യൻ തന്നെയാണ്.
അവസാനം സകല ജീവികളും അദ്ദേഹത്തിൽ ലീനനായി ഭവിക്കുന്നു. ആ സൂര്യൻ ഞാൻ തന്നെയാണ്. സവിതാവായ മിത്രൻ നമ്മുടെ കണ്ണാണ്. സകലതിനെയും ധാരണം ചെയ്യുന്ന സൂര്യൻ നമ്മുടെ നേത്രങ്ങൾക്ക് ദർശനശക്തി നൽകുന്നു. സഹസ്രരശ്മിയായ ഭാസ്കരനെ ഞങ്ങൾ നമസ്കരിക്കുന്നു, ധ്യാനിക്കുന്നു. സൂര്യദേവൻ ഞങ്ങൾക്ക് പ്രേരണ നൽകട്ടെ. പുറകിലും മുമ്പിലും തെക്കും വടക്കുമെല്ലാം സൂര്യദേവൻ തന്നെയാണ്. ആ സവിതാദേവൻ ഞങ്ങൾക്ക് വേണ്ടി സകലതും ഉൽപ്പന്നമാക്കട്ടെ. അദ്ദേഹം ഞങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ. ഓം രൂപത്തിലുള്ള ഏകാക്ഷര മന്ത്രം അല്ലയോ ഭഗവാൻ അവിടെ നിന്നാകുന്നു. ഘണിസൂര്യൻ രണ്ടും രണ്ടക്ഷരമുള്ള മന്ത്രങ്ങളാണ്. ആദിത്യൻ എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് സൂര്യനാരായണൻ്റെ അഷ്ടാക്ഷരം മന്ത്രം ഉണ്ടായിരിക്കുന്നു. ഈ മന്ത്രം എന്നും ജപിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയായിത്തീരുന്നു. സൂര്യന് അഭിമുഖമായി നിന്ന് ജപിക്കുന്ന പക്ഷം മഹാവ്യാധികളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ദാരിദ്ര്യവും പാപവും അകലുന്നു. പഞ്ചമഹാപാപങ്ങളും നശിക്കും. ഈ സാവിത്രി വിദ്യയെപ്പറ്റി ആരുടെ മുന്നിലും പ്രശംസിക്കരുത്. ഏതൊരാൾ പ്രഭാതത്തിൽ ഇത് ജപിക്കുന്നു അവൻ ഭാഗ്യവാനാകും. പിന്നെയും പറയുന്നുണ്ട്, മൃഗങ്ങൾ പോലും മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. വേദാർത്ഥ ജ്ഞാനമുണ്ടാകും. 3 നേരവും ഇത് ജപിച്ചാൽ 100 യാഗം ചെയ്ത ഫലമുണ്ടാകും. അപ്പോൾ ആദിത്യനെ നമസ്കരിക്കുക, ആദിത്യനെ ധ്യാനിക്കുക. ഈ ആദിത്യ ധ്യാനത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ ശക്തിവിശേഷങ്ങളും നമുക്ക് നേടാൻ കഴിയും. സൂര്യഭഗവാനിലുള്ള എല്ലാ അനുഗ്രഹവിശേഷവും സാധകനിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ആ സൂര്യധ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സൺ മെഡിറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ മെഡിറ്റേഷൻ സത്യത്തിൽ സൂര്യ തേജസ്സിനെ മുഴുവനും ധ്യാനയോഗയിലേക്ക് ആവാഹിക്കാൻ പര്യാപ്തമാണ്. ഇതിലെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ഈ മന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നാം കഴിഞ്ഞ ദിവസം ആദിത്യ ഹൃദയത്തിൽ കണ്ടതാണ്. ആ ആദിത്യ ഹൃദയത്തിലെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, സന്താപനാശകരായ നമോ നമ, അന്ധകാരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമ. നിത്യവും ഞാൻ ഈ സത്യസ്വരൂപനായ ശക്തിസ്വരൂപനെ ഞാൻ നിരന്തരം നമിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ ആദിത്യ ഹൃദയത്തിൽ അധ്യാത്മരാമായണത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സൂര്യ ഗായത്രി എന്ന് പറയാവുന്നതാണ് ഈ ആദിത്യ ഹൃദയമന്ത്രം. ശരിക്കും ആദിത്യൻ്റെ ഹൃദയത്തെ തന്നെ വ്യക്തമാക്കി തരുന്നതാണ് ഈ ആദിത്യ ഹൃദയ മന്ത്രം. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രോപാസനയിലൂടെ സൂര്യൻ്റെ ശക്തിവിശേഷങ്ങളെ മുഴുവനും സൂര്യ തേജസ്സിനെ മുഴുവനും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. സൂര്യ നമസ്കാരം, പ്രഭാതത്തിൽ നാം ചെയ്യുന്ന സൂര്യ നമസ്കാരം സവിതൃ നാരായണോ നമ എന്നാണ് പറയുന്നത്. ഓം സവിതൃ സൂര്യനാരായണായ നമ എന്നാണ് ആ പ്രാർത്ഥനാ ഗീതം അവസാനിക്കുന്നത്. അപ്പോൾ ആ സവിതൃ സൂര്യനാരായണനെ ആത്മസാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനാക്രമം ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് നിറയെ
കാണാവുന്നതാണ്. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഇതാ നോക്കൂ, താനേ ഈ ലോകത്തിന് തത്വങ്ങളായി നിൽക്കും, താനേ ഈ ലോകത്തിന് ശക്തിയുമായി നിൽക്കും, താനേ ഈ ലോകത്തിന് ശംഭുവായി നിൽക്കും, താനേ ഈ ജഗത്തിന് ജ്യോതിയുമായി നിൽക്കും. ആ ജ്യോതിസ്വരൂപനായ തേജോമയനായ ശക്തിസ്വരൂപനായ ആദിത്യനെ ഞാനിതാ ധ്യാനിക്കുന്നു. ആ ആദിത്യ ഹൃദയം എൻ്റെ ഹൃദയമായി മാറട്ടെ എന്നാണ് ഒരു സാധകൻ്റെ നിരന്തര പ്രാർത്ഥന. അപ്പോൾ ആദിത്യനിലൂടെ, ആദിത്യ പൂജയിലൂടെ, ആദിത്യ ധ്യാനത്തിലൂടെ തിരുമൂലദേവൻ സാധാരണ ഒരു സാധകനെ ശക്തിയുടെ, തേജസ്സിൻ്റെ അതുല്യ ശക്തി തലത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ച നാം ഇവിടെ കാണണം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.